അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 10. എന്തിനു വേണ്ടി അവതരിച്ചു? ലോകരക്ഷിതാവായ അള്ളാഹു എന്താവശ്യാർത്ഥമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് സാമാന്യമായെങ്കിലും അറിയാത്ത ആളുകളുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഭൂലോക ജനതയുടെ വിജയവും മോക്ഷവുമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് ഖുർആൻ അറിയാത്തവർ പോലും സമ്മതിക്കും. ഖുർആൻ അതിൻ്റെ അവതരണോദ്ദേശങ്ങളെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അവയിൽ ചിലത് ഇവിടെ ഉദ്ധരിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. വിശദീകരണമൊന്നും കൂടാതെ തന്നെ ഖുർആൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയത്തുകളുടെ മൂലങ്ങൾ മുസ്ഹഫ് നോക്കി യഥാസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാം. അവയുടെ സാരം മാത്രം താഴെ ഉദ്ധരിക്കുന്നു. അള്ളാഹു പറയുന്നു, ആ ഗ്രന്ഥം ഭയഭക്തന്മാർക്ക് മാർഗദർശനം നൽകുന്നതാണ്. അൽ-ബഖറ 2. നബിയോടായി നീ താക്കീത് നൽകുവാനും സത്യവിശ്വാസികൾക്ക് ഉപദേശമായി കൊണ്ടും നിനക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. അറാഫ് 2. മനുഷ്യരോടായി നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടിയാണ് അറബി ഭാഷയിലുള്ള ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നത്. യൂസുഫ് 2. നബിയോടായി മനുഷ്യരുടെ രക്ഷിതാവിൻ്റെ അനുവാദപ്രകാരം നീ ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് അത്. ഇബ്രാഹിം 1. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗദർശനം നൽകുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലുതായ പ്രതിഫലമുണ്ടെന്ന് അതവരെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വച്ചിട്ടുണ്ടെന്നും ബനു ഇസ്രായേൽ 9:10 നബിയോടായി നീ ഇത് ഖുർആൻ മുഖേന ഭയഭക്തന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും കുതർക്കകളായ ജനങ്ങളോട് താക്കീത് ചെയ്യുവാനും വേണ്ടി തന്നെയാണ് നാം ഇത് നിന്റെ ഭാഷയിൽ എളുപ്പമാക്കി തന്നിരിക്കുന്നത്. മറിയം 97. ഈ ഖുർആനിൽ മനുഷ്യർക്ക് ആവശ്യമായ സകല ഉപമകളും നാം വിവരിച്ചിരിക്കുന്നു. റൂം 58. അതു ജീവസ്സുള്ളവരെ താക്കീത് ചെയ്യുവാനും അവിശ്വാസികളുടെ മേൽ ശിക്ഷയുടെ വാക്യം സ്ഥിരപ്പെടുവാനും വേണ്ടിയുള്ള ഉപദേശവും സ്പഷ്ടമായ ഖുർആനും പാരായണ ഗ്രന്ഥവും അല്ലാതെ മറ്റൊന്നുമല്ല. യാസീൻ 69:70. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും പരലോകത്തിൽ ദൃഢവിശ്വാസം കൊള്ളുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമാണ് ഖുർആനാകുന്ന വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ. നംല് 1-2-3. നബിയോടായി അവർ അതിൻ്റെ ആയത്തുകളെ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർക്കുവാനും വേണ്ടി നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു അനുഗ്രഹീത ഗ്രന്ഥമാണത്. സ്വാദ് 29. നബിയോട് ഖുർആനിൽ നിന്നും നാം അവതരിപ്പിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളതാകുന്നു. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിക്കുകയില്ല. ബനു ഇസ്രായേൽ 82. ഇതുപോലെയുള്ള ഇനിയും പല ഖുർആൻ വചനങ്ങളും കാണാം.